നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്. ചൂരൽമലയിലെ ദുരന്തബാധിതർക്കുള്ള ധനസഹായ വിതരണം തുടരുമെന്ന് മന്ത്രി കെ രാജൻ. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. 1023 പോയിന്റുമായി കണ്ണൂർ ഒന്നാമതെത്തിയപ്പോൾ 1018 പോയിന്റുമായി തൃശൂർ തൊട്ടുപിന്നിലുണ്ട്. 249 മത്സര ഇനങ്ങളുടെ ഫലപ്രഖ്യാപനം പുറത്തുവന്നതോടെ ഏറ്റവും അധികം പോയിന്റുകൾ നേടി കണ്ണൂർ ജില്ല കലാകിരീടം ചൂടുകയായിരുന്നു. തൊട്ടുപിന്നിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ തൃശൂർ ജില്ല ഇഞ്ചോടിഞ്ച് പോരാടിയെങ്കിലും അവസാന ഘട്ടത്തിൽ കണ്ണൂർ കപ്പ് തൂക്കുകയായിരുന്നു. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കണ്ണൂർ ജില്ലയ്ക്ക് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ഇന്ന് കൊടിയിറങ്ങി. സമാപന സമ്മേളനം വൈകിട്ട് 4-ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മോഹൻലാലാണ് മുഖ്യാതിഥി. മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും മോഹൻലാലും കൈമാറി. സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് സമാപന ചടങ്ങുകൾ നടന്നത്. കലോത്സവ വിജയികളായി കശ്മീർ സ്വദേശികളും. ഉറുദു പ്രസംഗം, കവിതാരചന, കഥാരചന, പ്രബന്ധരചന എന്നിവയിൽ A ഗ്രേഡ് നേടിയ കശ്മീർ പൂഞ്ച് സ്വദേശികളായ വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ സന്ദർശിച്ചത് കൗതുകമായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കോഴിക്കോട് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഫർഹാൻ റാസ ഉറുദു പ്രസംഗത്തിലും ഇർഫാൻ അഞ്ചും കവിതാരചനയിലും മുഹമ്മദ് കാസിം കഥാരചനയിലും സുഹൈൽ പ്രബന്ധരചനയിലുമാണ് A ഗ്രേഡ് നേടിയിരിക്കുന്നത്. ഏതാനും വർഷമായി കേരളത്തിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളെ മർക്കസ് സന്ദർശന വേളയിൽ വിദ്യാഭ്യാസ മന്ത്രി പരിചയപ്പെട്ടിരുന്നു. കേരളത്തിൽ സ്കൂൾ കലോത്സവങ്ങൾ സമ്മാനിക്കുന്ന അനുഭവവും അന്തരീക്ഷവും ഏറെ പ്രചോദനാത്മകമാണെന്ന് അവർ ആവേശത്തോടെ പറഞ്ഞു. ഈ മാതൃക തങ്ങളുടെ നാട്ടിലൊന്നുമില്ലെന്ന് പരിഭവപ്പെട്ടു. കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ രീതിയുടെ ഭാഗമാകുന്നതിന്റെ സന്തോഷം അവർ പങ്കിട്ടു. വിദ്യാർത്ഥികളുടെ വിജയത്തിൽ മന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. എല്ലാം ചെയ്യുമെന്നും ചെയ്തു എന്നും സംഘാടക കമ്മിറ്റി പറയുമ്പോഴും ശരിക്കും മീഡിയ സെന്ററിന് വേണ്ട ഒരു സ്പേസ് പേരിന് ഒഴിച്ചിടുന്നു എന്നതല്ലാതെ ആവശ്യമായ ഒരു സൗകര്യവും ചെയ്യാറില്ല. പലപ്പോഴും കസേരയും മേശയും വെള്ളവും എന്തിനെ കറണ്ട് വരെ പല ആവർത്തി പറഞ്ഞിട്ടും വിളിച്ചും പോയി കണ്ടും ഒക്കെ വാങ്ങേണ്ട സ്ഥിതിയാണ്. ഒരുപാട് കലോത്സവങ്ങളിൽ റിപ്പോർട്ടിങ്ങിന് ഉണ്ടായിട്ടുള്ള നേരിട്ട അനുഭവമാണ് കലോത്സവങ്ങളിൽ ഇവിടെ കഷ്ടപ്പെടുന്ന മീഡിയ തന്നെയാണ്. പിന്നെ ഈ അസൗകര്യങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കാത്തത് കുട്ടികളുടെ ഉത്സവത്തിൽ ഒരു നെഗറ്റീവ് പബ്ലിഷ് വേണ്ട എന്നതുകൊണ്ട് തന്നെയാണ്. ഓരോ തവണയും അടുത്ത ഇടം മികച്ചതാകുമെന്ന് കരുതും. എങ്കിലും മാറ്റമില്ല എന്നത് വസ്തുത. സമാപന ദിവസമാണ് ഏറെ ദുരിതം. ചാനലുകൾക്ക് ക്യാമറയ്ക്കായി ഒരു ഏറുമാടം ഉണ്ടാകുമെങ്കിലും അവിടെ ഒരു 5 ക്യാമറ ട്രൈപോഡ് വരുമ്പോഴേക്കും സ്ഥലം നിറയും. പിന്നെ എല്ലാവരും കുത്തി ഞെരുങ്ങി അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഇവിടെ പലപ്പോഴും വെട്ടിലാകുന്നത് പ്രിന്റ്, ഓൺലൈൻ, മീഡിയ റിപ്പോർട്ടർ, ഫോട്ടോഗ്രാഫർമാരാണ്. ഓരോ വിധത്തിലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനോ നീക്കാനോ പറ്റില്ല. മീഡിയ സെന്ററിൽ നിന്നും മത്സരാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ച് ഉദ്ഘാടനത്തിന്റെ കറക്റ്റ് സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ വാതിൽക്കൽ നിൽക്കുന്ന അണ്ണന്മാർക്ക് മീഡിയ പാസോ ഐഡന്റിറ്റി കാർഡോ കാണിച്ചാൽ പോലും കയറ്റിവിടാത്ത സാഹചര്യവും ഉണ്ടാകാറുണ്ട്. കലോത്സവ നഗരിയിലെ മീഡിയ പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരുപാടുണ്ട്. ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്കുള്ള ധനസഹായ വിതരണം തുടരുമെന്ന് മന്ത്രി കെ രാജൻ. 2024 ജൂലൈ 30-ന് വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തത്തെ തുടർന്നുണ്ടായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിവേഗം കേരളത്തിലെ ഗവൺമെന്റ് എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ടു പോകുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്കുള്ള ധനസഹായം തുടർന്നും നൽകും. 2026 എന്ന പുതിയ വർഷത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജനുവരി മാസത്തിൽ തന്നെ പുറത്തിറക്കും എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിൽ അനാവശ്യമായുള്ള ഒരാശങ്കയും ദുരന്ത ബാധിതർക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ തെറ്റായ രീതിയിൽ ഇവിടെ ജീവനോപാധി എന്ന വിധത്തിൽ
ചൂരൽമലയിലെ ദുരന്തബാധിതരായവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിവസം 300 രൂപ വീതമുള്ള സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചു. ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കാനുള്ള ചില ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. ദുരന്തം നടന്നതിന് ശേഷം 12 മാസക്കാലം 3 ഘട്ടങ്ങളിലായി ദുരന്തബാധിതരായ 656 കുടുംബങ്ങളിലെ 1185 ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ വരെ ധനസഹായം നൽകിയിട്ടുണ്ട്. 2025 വരെയായിരുന്നു ധനസഹായത്തിനുള്ള ആദ്യത്തെ ഉത്തരവിറക്കിയത്. ഈ ഇനത്തിൽ മാത്രം ഇതുവരെ 15,64,10,000 രൂപ ദുരന്തബാധിതർക്ക് വിതരണം ചെയ്തതായും മന്ത്രി കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ചൂരൽമലയിൽ മാത്രമല്ല ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ SDRFന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായി 3 മാസം വരെ ജീവനോപാധികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിലെ 2 മുതിർന്ന അംഗങ്ങൾക്ക് 300 രൂപ വീതം നൽകാവുന്ന വിധത്തിലുള്ള സഹായത്തിലാണ് ജൂലൈ 30-ന് ദുരന്തമുണ്ടായ ഉടനെ ഓഗസ്റ്റ് മാസം മുതൽ നൽകിയത്. പിന്നീട് 3 മാസത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചു. വീണ്ടും ജീവനോപാധി ഒരു ജോലി ലഭ്യമാകുന്നതുവരെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനായി ആദ്യം ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നൽകി. എങ്കിലും പിന്നീട് അർഹരായവരെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് കഴിഞ്ഞ 2025 ഡിസംബർ വരെ കൃത്യമായി ജീവനോപാധി 9,000 രൂപ വീതം നൽകിയതായും മന്ത്രി പറഞ്ഞു. 2024 ജൂലൈയിൽ ദുരന്തം നടന്ന് ഓഗസ്റ്റ് 24-നകം വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചപ്പോൾ അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 6,000 രൂപ വീതം വീട്ടുവാടക ആദ്യഘട്ടത്തിൽ 813 പേർക്കും 2025 അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയവരുടെ കഴിച്ച് ബാക്കിയുള്ള 425 പേർക്കും ഡിസംബർ മാസവും വാടക കൊടുത്തതായും മന്ത്രി പറഞ്ഞു. 1.5 വർഷക്കാലമായി ആ വാടക കൊടുക്കുന്നതിൽ ഒരു കുറവും ഗവൺമെൻറ് വരുത്തിയിട്ടില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദുരന്തബാധിതർക്കുള്ള പുനരധിവാസത്തിനുള്ള വീട് നിർമ്മാണം ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 289 വീടുകളിൽ 2 നിലയും വാർപ്പ് പൂർത്തീകരിച്ചു. 300 വീടുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 312 ഇടങ്ങളിൽ ഫൗണ്ടേഷൻ പൂർണ്ണമായും രൂപീകരിച്ചു കഴിഞ്ഞു. അവിടെ 410 വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ 410 വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം ഇടക്കാലത്ത് മഴയുണ്ടായതൊഴിച്ചാൽ കൃത്യമായി നടക്കുന്നുണ്ട്. അതിലൊരു തടസ്സവും നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ഫേസ് 1-ഉം ഫേസ് 2A-യും ഫേസ് 2B-യും സെക്കൻഡ് അപ്പീലും കഴിഞ്ഞ് 15 ലക്ഷം രൂപ വീതമുള്ള പണം വാങ്ങിപ്പോയ 104 പേരും ഇനി വാങ്ങിക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ള 8 പേരും കഴിഞ്ഞാൽ 325 പേരാണ് ആ ലിസ്റ്റിൽ ഉള്ളത്. അവർക്ക് പൂർണ്ണമായും വീട് കൊടുക്കുമെന്നത് മാത്രമല്ല, ആ ലിസ്റ്റിൽ ഇനി അപ്പീലുകളിലൂടെ വരുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാനുള്ള കൃത്യമായ കണക്കോടെ അവിടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ നേതൃത്വത്തിൽ SDRFിലെ പണമെടുത്തുകൊണ്ട് SDRF പ്രകാരം അനുവദിച്ചത് 3 മാസത്തേക്കാണെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസം വരെ പിന്നീട് ഒരു തവണ കൂടി നീട്ടി വീണ്ടും 9 മാസം നീട്ടി കഴിഞ്ഞ ഡിസംബർ മാസം വരെ കൃത്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. ആ വിതരണം ചെയ്തവരുടെ ഏറ്റവും അവസാനത്തെ എണ്ണം 656 കുടുംബങ്ങളിലെ 1185 വ്യക്തികൾക്കാണ്. ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചുവെന്നും ഇനി കൊടുക്കില്ലെന്നുമുള്ള പ്രഖ്യാപനത്തിന് നേരെ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ ഇന്നലെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അത് ജനുവരി മാസത്തിൽ തുടർന്നു കൊടുക്കാൻ ഒരു തടസ്സവുമില്ല, അത് തുറന്നു കൊടുക്കും എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ തന്നെ DMDയുടെ 41/2026 ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിക്കുകയാണ്. 6 മാസക്കാലം കൂടി ആ സഹായം 9,000 രൂപയുടെ സഹായം ലഭ്യമാക്കാനുള്ള ഔപചാരികമായിട്ടുള്ള ഉത്തരവ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഏതെങ്കിലും ചർച്ച വന്നതുകൊണ്ട് പുറത്തിറങ്ങിയതല്ല. ഇത് നേരത്തെ തന്നെ ഡിസംബർ മാസം സാധാരണ നിലയിൽ അത് കഴിയുമ്പോൾ ജില്ലാ കളക്ടർ സർക്കാരിനോട് ആവശ്യപ്പെടും അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നൽകാൻ. അത് പ്രോസസ്സ് നടത്തും. അത് പ്രോസസ്സ് നടത്തി ജനുവരി മാസം മുതൽ ഒരു മുടക്കവുമില്ലാതെ കൊടുക്കും എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരവ് കൃത്യമായി പുറത്തിറക്കിയിട്ടുണ്ട്. സർക്കാർ അത് പരിശോധിച്ച് അർഹമായിട്ടുള്ള കുടുംബങ്ങൾക്കെല്ലാം അത് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി മാസത്തിൽ തന്നെ ഈ മാസത്തിൽ കിട്ടേണ്ട 9,000 രൂപ അർഹതപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും കിട്ടും. ഒറ്റ വരി കൂടിയേ പറയാനുള്ളൂ. ഇത്തരം തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി ചൂരൽമലയിലെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വയനാട് ദുരന്തത്തിൽ ഒരുപക്ഷെ ലോകത്തിന് മാതൃകയായി കേരളം നൽകിക്കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഒരു പരിശ്രമത്തെയും അംഗീകരിക്കരുത്. അത്തരത്തിലുള്ള ഒന്നിനെയും ഞങ്ങൾ പേടിക്കുന്നില്ല. കാരണം ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്നുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ അതുപോലെ മുന്നോട്ട് പോകും. 41/2026 DMD ആയി ഈ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന കാര്യം
ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം, ആ കാര്യം മാധ്യമങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗിച്ചതാണ്. ഇന്നലെയും ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. രാഷ്ട്രീയമായ ഒരു ഗവൺമെൻറ്റിനോടുള്ള പക തീർക്കാനാണെങ്കിൽ അതിന് മറ്റൊരുപാട് മാർഗങ്ങളുണ്ട്, അത് ഉപയോഗിക്കാം. ഈ ഗവൺമെൻറ്റിനെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും പിടിച്ചു തുടങ്ങിയതാണോ? കേരളത്തിൽ ഈ ദുരന്തത്തെ അവതരിപ്പിച്ചുകൊണ്ട് നേരത്തെ ഉള്ള ഒരുപാട് ദുരന്തങ്ങളുടെ ഉദാഹരണം പറഞ്ഞ് 3 മാസം വരെ വാടക കൊടുക്കൂ എന്ന് നേരത്തെ പ്രചരിപ്പിച്ചില്ലേ? വാടക ഒരു കുറവുമില്ലാതെ അവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും കഴിഞ്ഞ മാസം വരെ കൊടുത്തു. അവരൊരു പുതിയ വീട്ടിലേക്ക് താക്കോല് കൊടുക്കും വരെ ഗവൺമെൻറ് അത് കൊടുക്കും. അവിടെ കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ജനുവരി മാസം തന്നെ അത് കൊടുക്കാനുള്ള ഉത്തരവിലേക്ക് ഗവൺമെൻറ് പോകും. അവിടെയുള്ള വീടുകളുടെ വാടക പോലെ തന്നെ പരമപ്രധാനമായിരുന്നു 9,000 രൂപ മാസം കൊടുക്കുക. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ദുരന്തത്തിന് 1.5 വർഷത്തിലേറെക്കാലം ഒരു മാസം ഓരോ വീട്ടിലെയും 2 അംഗങ്ങൾ വീതം 9,000 രൂപ കൊടുത്ത ചരിത്രത്തിൽ ഇതപര്യന്തമുള്ള ഈ കേരളത്തിലെയോ ഇന്ത്യയിലെ ദുരന്ത പ്രവർത്തനങ്ങളില്ല. ഇതെല്ലാം പുതിയതായി കേരളം കണ്ടെത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ കാര്യമാണ് ഒരു പുതുനഗരം സൃഷ്ടിച്ചുകൊണ്ട് ആ നഗരത്തിൽ ആവശ്യമായ വീടുകൾ നിർമ്മിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു 289 വീടുകളുടെ വാർപ്പ് കഴിഞ്ഞു, 410 വീടുകളും പൂർത്തിയാകുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് എടുത്ത ഗുണകരമായിട്ടുള്ള നടപടികളെ ഇകഴ്ത്തി കാണിക്കുന്നതിൻ്റെ പിന്നിൽ ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ജനങ്ങൾ അർഹമായ അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, പ്രതികരണം ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും, സർക്കാരിനോട് മറുപടി പറയണ്ട. സർക്കാർ ഓഡിറ്റ് ചെയ്യണ്ട. ആരുടെ പണം മേടിച്ചുവെന്നും എവിടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നും ആപ്പിലൂടെ കിട്ടിയ സംഖ്യ എത്രയാണെന്നും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അവിടെ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയമായൊരു പക്ഷമല്ല. കേരളത്തിലെ 3.5 കോടി മലയാളിയുടെ ഉചിതമായ ഗവൺമെൻറ് എല്ലാവരുടെയും സഹായം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകും. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ജോറാണെന്നുള്ള ഈ കലോത്സവത്തിൽ കിട്ടിയതിനേക്കാൾ നല്ല എ ഗ്രേഡ് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച സ്ഥലം MLA നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ എ ഗ്രേഡിൻ്റെ സ്വർണ്ണക്കപ്പ് സന്തോഷപൂർവ്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ CMDRFിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുതൽ UDFിൻ്റെയും BJPയുടെ എല്ലാം ശബ്ദം ഒരേ ശബ്ദമാണ്. അതേക്കുറിച്ചുകൂടി ഒരു പ്രതികരണം. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞൊരു വിഷയമാണ്. ദുരന്തത്തിൽ സഹായിക്കാൻ ഒറ്റ ശബ്ദമാണ് ഉണ്ടാകേണ്ടത്, എതിർക്കാനല്ല ശബ്ദം ഉണ്ടാകേണ്ടത്. സഹായിക്കുക. ഞങ്ങളിപ്പോഴും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങൾക്കും അപവാദങ്ങൾക്കും ഇടം കൊടുക്കാതെ ഈ നടപടിക്രമമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം. ഒരിടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression?
പ്രണയനൈരാശ്യം മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുക്കാട്ടുകര സീനിയർ CLCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് സീനിയർ CLCയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ വികാരി ഫാദർ പോൾ പിണ്ടിയാൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റെജി ഇരുമ്പൻ, വിൽസൺ PL, ബാബു പാറേക്കടൻ, പ്രിൻസ് മേനാച്ചേരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതിയെ തന്ത്രി മുണ്ടാരപ്പള്ളി മനക്കൽ മുരളീകൃഷ്ണ നമ്പൂതിരി പഞ്ചഗവ്യ നവകാഭിഷേകം നടത്തി ചൈതന്യപൂർണയാക്കിയതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഇതോടൊപ്പം തന്ത്രിവര്യൻ അഗ്നി ബലിക്കൽപുരയിലേക്ക് നൽകുകയും ഇതിൽ നിന്നും അഗ്നിയെടുത്ത് ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് പകർന്നു. തുടർന്ന് ഈ അടുപ്പിൽ നിന്നും എടുത്ത അഗ്നി ക്ഷേത്ര മേൽശാന്തി CM മനീഷ്, ക്ഷേത്രം പ്രസിഡന്റ് KK രാജേഷിനും ഭരണസമിതി അംഗങ്ങൾക്കും കൈമാറി. തുടർന്ന് ഇവർ ക്ഷേത്രമുറ്റത്തെ ഭക്തജനങ്ങളുടെ അടുപ്പുകളിലേക്കും അഗ്നി പകർന്നു നൽകി. ഇതോടെ ദേവി സന്നിധി അതിപവിത്രമായ യാഗഭൂമിയായി മാറി. പൊങ്കാല പായസമായതോടെ ശ്രീകോവിലിൽ നിന്നും ദേവിയുടെ തിടമ്പുമായി മേൽശാന്തി ഭക്തജനങ്ങളുടെ അരികിലേക്കെത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി O. ശ്രീകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന് ലഭിച്ച ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണിത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട O. ശ്രീകൃഷ്ണനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS. മായാദാസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് VM, സെക്രട്ടറി സാബു C. ജോയ്, തെക്കുംകര മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി എന്നിവർ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. നിലവിൽ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ശ്രീകൃഷ്ണൻ. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, തുടർന്ന് രൂപം എടുത്തുവയ്ക്കൽ, അമ്പ് വെഞ്ചരിപ്പ് എന്നീ ചടങ്ങുകൾക്ക് ഫാദർ മൈക്കിൾ തോട്ടുവായ്ക്കുളം കാർമ്മികത്വം വഹിച്ചു.
രാത്രി 11 മണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പള്ളിയിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടത്തിയ ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ പൊന്തയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോളി കണ്ണൂക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 5:45-നും 7-നും വിശുദ്ധ കുർബാന, വൈകിട്ട് 7 മണിക്ക് സ്റ്റേജ് ഷോ എന്നിവയും ഉണ്ടാകും. തിരുനാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റജി ഞളറക്കാട്ടുകുന്നേൽ, ഡീക്കൻ അഖിൽ സണ്ണി, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയേക്കൽ, വർഗീസ് കോഴിക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത്, വിജീഷ് അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ പ്രിൻസ് സൈനിക്കൽ, ജോയിന്റ് ജനറൽ കൺവീനർ ജോയ് കണ്ണൂക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂരിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ സപ്തതി ആഘോഷിക്കുന്ന രാമചന്ദ്രൻ പുതൂർക്കരയെ ആദരണീയം സാംസ്കാരിക പൗരാവലി രക്ഷാധികാരി മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, IP പോൾ, N ശ്രീകുമാർ, A സേതുമാധവൻ, അഡ്വക്കേറ്റ് S അജി, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, സന്തോഷ് കോലഴി, K ഗോപാലകൃഷ്ണൻ, സുരേഷ് അയ്യന്തോൾ, കൗൺസിലർ പ്രവീൺലാൽ, KN നാരായണൻ, KP രാധാകൃഷ്ണൻ, ആനന്ദൻ അയ്യന്തോൾ, ഗഫൂർ രതീശൻ, ജറാദ് കൊക്കൻ, ജോർജ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. തലക്കോട്ടുകര പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബാസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബാസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച നവനാൾ തിരുകർമ്മങ്ങൾക്ക് ശേഷം പ്രസുതേന്തി വാഴ്ച ഉണ്ടായിരുന്നു. ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം വേലൂർ ഫൊറോന അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ജിജി മാളിയേക്കൽ നിർവഹിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യം അരങ്ങേറി. തിരുനാൾ തലേദിനമായ ശനിയാഴ്ച രാവിലെ 6:30 ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, വള എന്നിവ വെഞ്ചരിച്ചു. വീടുകളിലെ പ്രദക്ഷിണത്തിന് ശേഷം രാത്രി 11 മണിക്ക് പള്ളിയിൽ സമാപിക്കുകയും ചെയ്തു. തുടർന്ന് വർണ്ണമഴ അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30-നും 10:30-നും ദിവ്യബലികൾ ഉണ്ടായിരുന്നു. 10:30-നുള്ള ആഘോഷമായ ദിവ്യബലിക്ക് ചൂണ്ടൽ പള്ളി വികാരി റവറന്റ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായി. തിരുവില്ലാമല ഗുരുകുലം സെമിനാരി റക്ടർ ഫാദർ ബിനു പാറോക്കാരൻ തിരുനാൾ സന്ദേശം നൽകി.
ഉച്ചയ്ക്ക് ശേഷം 4:30 ദിവ്യബലിക്ക് ശേഷം ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം അരങ്ങേറി. തിരുശേഷിപ്പ് ആശീർവാദത്തിന് ശേഷം വർണ്ണവിസ്മയവും ഉണ്ടായിരുന്നു. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ജനറൽ കൺവീനർ റിൻഡോ KJ, ട്രസ്റ്റിമാരായ റെനി K. ജോസ്, ജോയ് K. ദേവസി, ജെയ്സൺ KT എന്നിവരും കമ്മിറ്റി കൺവീനർമാരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിന്റെ തനത് ഭാഷയും സാഹിത്യവും സംസ്കാരവും നിലനിർത്താനും പരിപോഷിപ്പിക്കുവാനും കേരളം മുൻകൈയെടുക്കണമെന്ന് ലക്ഷദ്വീപിലെ സാംസ്കാരിക പ്രവർത്തകൻ ഇസ്മത്ത് ഹുസൈൻ പറഞ്ഞു. പിന്നോക്കാവസ്ഥയിൽ നിന്നും ആ നാടിനെയും അതിൻ്റെ സമ്പന്നമായ സാംസ്കാരിക നിലവാരത്തെയും ഒപ്പം ചേർത്ത് നിർത്താൻ കേരളത്തിലെ സാംസ്കാരിക സംഘടനകളും സംവിധാനങ്ങളും തയ്യാറാകണമെന്നും എഴുത്തുകാരനും നോവലിസ്റ്റും ലക്ഷദ്വീപിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനുമായ ഇസ്മത്ത് ഹുസൈൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ലക്ഷദ്വീപ് സമൂഹവും സാഹിത്യവും എന്ന വിഷയത്തിലുള്ള സംഭാഷണ സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥാകൃത്തും തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റുമായ K. ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായ പരിപാടിയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായ മോഹൻദാസ് പാറപ്പുറത്ത്, IK മോഹനൻ, A. സന്തോഷ് കുമാർ, അപർണ ബാലകൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു. പുത്തൂർ പൊന്നൂക്കര സ്വദേശിയായ യുവാവ് തൃശൂർ പനമുക്ക് പുത്തൻവെട്ടുകായൽ കുളത്തിൽ മുങ്ങി മരിച്ചു. പുത്തൂർ പൊന്നൂക്കര സ്വദേശി കുപ്ലിക്കാടൻ വീട്ടിൽ നന്ദകുമാറിന്റെ മകൻ 25 വയസ്സുള്ള നിതീഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃശൂർ പനമുക്കിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. രാത്രിയിൽ സുഹൃത്തിനൊപ്പം സമീപത്തെ പുത്തൻവെട്ടുകായൽ കുളത്തിന് സമീപം കിടന്നുറങ്ങി. ഉറക്കമെഴുന്നേറ്റ സുഹൃത്ത് ജോയൽ നിതീഷിനെ കാണാത്തതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നെടുപുഴ പോലീസ് സ്റ്റേഷനിലും അഗ്നിരക്ഷാ സേനയിലും വിവരം അറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത്. അമ്മ പുഷ്പ, സഹോദരി നിമിഷ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് കണ്ണൂരിന്. ചൂരൽമലയിലെ ദുരന്തബാധിതർക്കുള്ള ധനസഹായ വിതരണം തുടരുമെന്ന് മന്ത്രി K. രാജൻ. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.